الحمد لله الحمد لله الذي هدانا بالكتاب الكريم نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ به من شرور أنفسنا من يهد الله فهو المهتدي ومن يضلل فلن تجد له وليا مرشدا أشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالحق بشيرا ونذيرا بين يدي الساعة من يطع الله ورسوله فقد رشد ومن يعصهما فإنه لا يضر إلا نفسه ولا يضر الله شيئا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم قال بصرت بما لم يبصروا به فقبلت قبضة من أثر الرسول فنبذتها وكذلك سولت لي نفسي قال فاذهب فإن لك في الحياة أن تقول لا مساس وإن لك موعدا لن تخلفه وانظر إلى إلهك الذي ظلت عليه عاكفا لنحرقنه ثم لننسفنه في اليم نسفا صدق الله أيها الناس اتقوا الله അള്ളാഹുവിൻ്റെ വിധികളെയും വിലക്കുകളെയും തികഞ്ഞ ജാഗ്രതയോടെ അതിയായ സൂക്ഷ്മതയോടെ ജീവിതത്തിൽ പാലിക്കുകയും പുലർത്തുകയും ചെയ്യണമെന്ന് ആദ്യമായി വസിയത്ത് ചെയ്യുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുകയും വിജയിപ്പിക്കുകയും ചെയ്യുമാറാകട്ടെ. നീതിയുടെ ലോകം സൃഷ്ടിക്കുവാൻ വേണ്ടി യത്നിച്ചവരാണ് അമ്പിയാക്കളും അവരെ പിന്തുടർന്നിട്ടുള്ള സാലിഹീങ്ങളും. അത് നിരന്തരമായ പോരാട്ടത്തിൻ്റെ ചരിത്രമാണ് എന്നും നാം മനസ്സിലാക്കുന്നു. അത്തരം പോരാട്ടങ്ങളുടെ ചില പ്രതിഫലനങ്ങൾ സമകാലിക ലോകത്തിലും നമുക്ക് കണ്ടെത്താം. ഒന്നിനെയും പവിത്രീകരിക്കാനല്ല, മറിച്ച് വിശുദ്ധ ഖുർആൻ നമ്മളോട് പറയുന്ന ചരിത്രത്തിൻ്റെ തുടർച്ച എന്ന ആശയത്തെ സാധൂകരിക്കാൻ വേണ്ടി മാത്രമാണ് ഇതിവിടെ പറഞ്ഞത്. ലോകത്ത് നിലനിൽപ്പിന് വേണ്ടി പൊരുതുന്ന ഒരുപാട് ജനവിഭാഗങ്ങളുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവരുടെ പോരാട്ടങ്ങളെ വിജയിപ്പിക്കുമാറാകട്ടെ. ലോകത്ത് ശൈത്വാന്റെ പ്രത്യയശാസ്ത്രങ്ങളെ തകർത്ത് ശൈത്വാന്റെ ആധിപത്യത്തെ ഇല്ലാതാക്കി ദൈവികമായ സന്മാർഗവും നീതിയും പുലർത്താൻ വേണ്ടി പൊരുതുന്ന ആളുകളുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെല്ലാം അവൻ്റെ മുജാഹിദുകളിൽ ഉൾപ്പെടുത്തുകയും അവരുടെ ജീവത്യാഗങ്ങളെ ഷഹാദത്തായി സ്വീകരിക്കുകയും അവരുടെ യത്നങ്ങളെ വിജയിപ്പിക്കുകയും ചെയ്യുമാറാകട്ടെ. നമ്മൾ കഴിഞ്ഞ ഖുതുബയിൽ പറഞ്ഞിരുന്ന അരുവിയുടെ ഉപമയെ സംബന്ധിച്ച് ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ്. ചില കാര്യങ്ങൾ നമ്മൾ ആവർത്തിച്ചു വന്നു വരും. ഒരു വലിയ വിഷയത്തിൻ്റെ തുടർച്ചയിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ആവർത്തനങ്ങളുടെ ഒരു പുസ്തകമാണ് യഥാർത്ഥത്തിൽ ഖുർആൻ. പല കാര്യങ്ങളും പലവട്ടം ആവർത്തിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. ആവർത്തനങ്ങൾക്ക് ഒരു സൗന്ദര്യമുണ്ട്, ആവർത്തനങ്ങൾക്ക് അതിൻ്റെതായ തത്വശാസ്ത്രവുമുണ്ട്. അത് ഓരോ കഥയും ആവർത്തിക്കുന്നതിൻ്റെ രീതികൾ, സന്ദർഭങ്ങൾ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവും. ഖുർആനെ നമ്മൾ ആഴത്തിൽ വിശകലനം ചെയ്യാൻ ശ്രമിക്കണം.
അതിന് സാധ്യമാകുന്ന സ്വഭാവത്തിലുള്ള ധിഷണയും ബുദ്ധിയുമൊക്കെ എല്ലാവർക്കും പടച്ചതമ്പുരാൻ തന്നിട്ടുണ്ട്. അഥവാ എത്രത്തോളം തന്നിട്ടുണ്ടോ അത്രത്തോളം മതി. അതേസമയം നമുക്കിതൊന്നും മനസ്സിലാവില്ല, നമ്മളല്ല ഇതൊന്നും കൈകാര്യം ചെയ്യേണ്ടത് എന്ന് വലിയൊരു ജനവിഭാഗം വിശ്വസിക്കുമ്പോഴാണ് അവിടെ പുരോഹിതന്മാരുടെ ആധിപത്യം ഉണ്ടാകുന്നത് എന്ന് കാണേണ്ടതാണ്. ആധിപത്യം എല്ലാം ലോകത്തെ നശിപ്പിക്കും. അത് അധികാരികളെയും നശിപ്പിക്കും, അതിനെ പിന്തുടരുന്നവരെയും നശിപ്പിക്കും. അത് അതിൻ്റെ ഒരു സാമാന്യ സ്വഭാവമാണ്. പുരോഹിതരായാലും അധികാരികളായാലും ബോധപൂർവം ചീത്തയാകുന്നതൊന്നുമല്ല. എല്ലാത്തിലും ഒരു കേന്ദ്രീകൃതത്വം അവർക്ക് ലഭിച്ചാൽ, അവർ പറയുന്നത് നിയമമായി മാറിയാൽ വളരെ സ്വാഭാവികമായി തന്നെ അവർ നശിക്കും. അപ്പോൾ ഇക്കാര്യം നമുക്ക് ഓർമ്മയിൽ ഉണ്ടാവേണ്ടതാണ്. എന്തായാലും അരുവിയെ സംബന്ധിച്ച് പറഞ്ഞു. ആ അരുവി നമ്മുടെയൊക്കെ ഫിത്രയാണ്, സഹജാവബോധം, അള്ളാഹു നമുക്ക് തന്നിട്ടുള്ള പ്രകൃതം. അതിൽ നിന്ന് വ്യതിചലിക്കുമ്പോഴാണല്ലോ ലുൽമ് സംഭവിക്കുന്നത്. ലുൽമ് നമ്മൾ ഇവിടെ കൈകാര്യം ചെയ്തിട്ടുണ്ട്, വിശകലനം ചെയ്തിട്ടുണ്ട്. ലുൽമ് എന്നുള്ള വാക്കിന്റെ തന്നെ അർത്ഥം നമ്മളിവിടെ പറഞ്ഞു. ഒന്ന്, അതിൻ്റേതല്ലാത്ത സ്ഥലത്തേക്ക് മാറ്റുക. അതിന്റെ വാക്കർത്ഥം അതാണ്, പുട്ടിങ് എ തിങ് വേർ ഡസ് നോട്ട് ബിലോങ്. അതാണ് അതിന്റെ അർത്ഥം. അതോടൊപ്പം തന്നെ അതിന്റെ ലെക്സിക്കൻ പരിശോധിച്ചാൽ അത് പരിധി ലംഘിക്കുക എന്നർത്ഥമുണ്ട്. അതോടൊപ്പം തന്നെ അവകാശങ്ങൾ തടയുക എന്നർത്ഥവും. ഇതൊക്കെ വെച്ചിട്ട് നമ്മൾ അക്യുമുലേഷൻ എന്ന് പറയുന്ന മുതലാളിത്തത്തിന്റെ വലിയൊരു സിദ്ധാന്തത്തെ വിശകലനം ചെയ്തിരുന്നു. ഇപ്പൊ നമ്മൾ അതിന്റെ രാഷ്ട്രീയമായ വിശകലനത്തിലേക്ക് വരുമ്പോൾ ഭൂപ്രദേശങ്ങളെ സ്വന്തമാക്കുന്ന ഒരു രീതിയുണ്ട്. എല്ലാ സാമ്രാജ്യത്വങ്ങളും എക്സ്പാൻഷനിസ്റ്റ് പദ്ധതികളാണ് എന്ന് നമുക്കറിയാം. അതും നമ്മൾ ആ അരുവിയുടെ കഥയിൽ പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ എന്തിനാണ് ഇവിടെ പറയുന്നത് എന്നതിനെ കുറിച്ചുള്ള ബോധവും ഉണ്ടാവണം. നമ്മൾ മനസ്സിലാക്കണം, വലിയ ബഹളം കൂട്ടലോ അതേസമയം ഒതുങ്ങിയിരുന്ന് ദിക്റ് ചെല്ലലോ അല്ല ദീന്. അതൊക്കെ ആവാം, അതതിൻ്റെ ആവശ്യങ്ങൾക്ക്. ലോകത്തെ അറിയലും അതിനെ പരിവർത്തിപ്പിക്കലുമാണ് യഥാർത്ഥത്തിലുള്ള ദീൻ. നമ്മുടെ ദൗത്യം അതാണ് എന്നത് മറക്കാൻ പാടില്ലാത്തതാണ്. എന്തായാലും നീതിയെ സംബന്ധിച്ചും അരുവിയെ സംബന്ധിച്ച് അപ്പോൾ അവിടെ മനുഷ്യന്റെ ഫിത്ര എന്ന് പറയുന്നൊരു സംഭവം പറഞ്ഞു. അപ്പൊ അതുപോലെ തന്നെ അതിൻ്റെ മേലെ അതിനെ അണകെട്ടുക അല്ലെങ്കിൽ അതിനെ വഴിതിരിച്ചു വിടുക എന്ന് പറയുന്നതാണ് അധികാരി ചെയ്യുന്നത്. എന്നിട്ടെല്ലാം അയാളുടേതായ ഒരു ടാങ്കിൽ ശേഖരിച്ചു വെക്കുകയാണ്. അപ്പൊ അയാൾ ഇതെല്ലാം സ്വന്തമാക്കിയിട്ട് പിന്നെ അയാൾ തരുന്നത് അധികാരത്തിൻ്റെതായ വ്യാഖ്യാനങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ളതാണ്. അതോടൊപ്പം അതിനെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള നിയമങ്ങളും ഉണ്ടാകും. ആധിപത്യം ഒന്നുകൂടി മുറുകുന്നു എന്നുള്ളതാണ്. എതിർപ്പുകളെ സംബന്ധിച്ചും നമ്മൾ അതേ ഉപമയിൽ തന്നെ സൂചിപ്പിച്ചിട്ടുണ്ട്. എതിർപ്പുകൾ പ്രവാചകന്മാരിൽ നിന്നുണ്ടാകുന്നതാണ്, അവരെ പിന്തുടരുന്നവരിൽ നിന്നുണ്ടാകുന്നതാണ്, നന്മയുടെ പക്ഷത്ത് നിൽക്കുന്നവരിൽ നിന്നുണ്ടാകുന്നതാണ് എന്നൊക്കെയാണ് നമ്മൾ പറഞ്ഞത്. എന്തായാലും ഇവിടെ ഒരു സ്വന്തമാക്കൽ ബോധം പ്രവർത്തിക്കുന്നുണ്ട്, അധികാരബോധം പ്രവർത്തിക്കുന്നുണ്ട്. നമ്മൾ കൈകാര്യം ചെയ്യുന്ന വിഷയവും അതുമായി ബന്ധപ്പെട്ടതാണ് എന്ന് ഓർക്കുക. യഥാർത്ഥത്തിൽ അത് നമ്മുടെ തന്നെ വഴിതിരിച്ചു വിടുകയാണ്. അരുവി കൈകാര്യം ചെയ്യുന്നത് പോലെ തന്നെ നമ്മുടെ തന്നെ വഴിതിരിച്ചു വിടുകയാണ്. എന്നിട്ട് പിന്നെ വെള്ളം ടാങ്കിൽ ശേഖരിച്ചിട്ട് പിന്നെ അവരിങ്ങോട്ട് തരുന്നു. ഇരുമ്പിന്റെ ചൊവ്വയെ സംബന്ധിച്ചും പറഞ്ഞിരുന്നു. അതാണ് അതിന്റെ ശരിയായ സ്വഭാവം എന്ന് നമ്മൾ തെറ്റിദ്ധരിച്ചു പോകുന്നു. അപ്പൊ ഇതൊക്കെ സംഭവിക്കുമ്പോൾ 3 വലിയ പ്രതീകങ്ങളെ സംബന്ധിച്ച് നേരത്തെ സൂചിപ്പിച്ചിരുന്നു, ഖുർആനിൽ ആവർത്തിച്ച് സൂചിപ്പിച്ചിരുന്നു. അതിലേക്കൊന്ന് കടക്കാം. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന സാമ്പത്തിക ദുഷ്പ്രഭുത്വവും രാഷ്ട്രീയാധികാരവും ഒക്കെ ഒരർത്ഥത്തിൽ നിലനിൽക്കുന്നത്, പ്രത്യേകിച്ചും സെക്യുലറിസം ഒക്കെ ഉണ്ടാകുന്നതിന് മുമ്പ്, സെക്യുലർ കാലത്തും സ്ഥിതി വ്യത്യസ്തമൊന്നുമല്ല. ഇതൊക്കെ നിലനിൽക്കുന്നത് മതത്തിൻ്റെയും പൗരോഹിത്യത്തിൻ്റെയും തണലിലാണ്, പിൻബലത്തിലാണ് എന്നത് മറക്കാൻ പാടില്ല. അങ്ങനെ വരുമ്പോൾ ഏത് രാജാധികാരത്തെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോഴും ഏത് സാമ്പത്തിക ദുഷ്പ്രഭുത്വത്തെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോഴും അതെല്ലാം തന്നെ മതപരം കൂടിയായി മാറുന്നുണ്ട് എന്നാലോചിക്കേണ്ടതാണ്. ഇതൊക്കെയാണ് നമ്മളിവിടെ കൈകാര്യം ചെയ്യുമ്പോഴുള്ള ഒരു വിഷയം കൈകാര്യം ചെയ്യുന്നതിൻ്റെ ഒരു പ്രസക്തി എന്ന് ഓർമ്മിക്കുകയാണ്. എന്തായിരുന്നാലും
നമ്മൾ ഈ ആനുകാലിക ലോകത്തേക്ക് വരുമ്പോൾ, സമകാലിക സംഭവ വികാസങ്ങളിലേക്ക് വരുമ്പോൾ, ഈ അടുത്ത കാലത്ത് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഇറാന്റെ പക്ഷത്ത് നിന്നുള്ള ഒരു വീഡിയോ ഇറങ്ങിയത് സംബന്ധിച്ച് അപ്പോഴ് നമുക്ക് തോന്നിയിട്ടുള്ള ചില കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരുന്നു. അതിവിടെയും വിഷയവുമായി ബന്ധപ്പെട്ട് പ്രസക്തമാണ് എന്ന് തോന്നുകയാണ്. അതൊന്നുകൂടി നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൂടി കൊണ്ടുവരികയാണ്. അതിൻ്റെ ആ വീഡിയോ എന്താണെന്ന് വെച്ചാൽ, ഇന്ന് നിലനിൽക്കുന്ന അമേരിക്കൻ സാമ്രാജ്യത്വത്തിന്റെ പീഡനങ്ങൾക്ക് വിധേയരായിട്ടുള്ള കുറേ ജനവിഭാഗങ്ങളുടെ പ്രതിനിധികൾ ഇങ്ങനെ ആകാശത്തേക്ക് നോക്കുന്നുണ്ട്. പഴയ നേറ്റീവ് അമേരിക്കൻസ്, അവരെ കൂട്ടക്കൊല നടത്തിയിട്ടാണല്ലോ ഈ രാജ്യം ഉണ്ടായത് തന്നെ. അത് കഴിഞ്ഞിട്ട് പിന്നെ വിയറ്റ്നാം, അതുപോലെ മറ്റു പ്രദേശങ്ങളൊക്കെ കടന്നു വരുന്നുണ്ട്. ഏറ്റവും അവസാനം സ്കൂളിൽ മരിച്ചിട്ടുള്ള കുഞ്ഞുങ്ങളും ഒക്കെ അതിൽ വരുന്നുണ്ട്. അപ്പോഴാണ് ഒരു മിസൈൽ ഇങ്ങനെ കുതിച്ചു വരുന്നത്. അത് കുതിച്ച് നേരെ ചെല്ലുന്നത് ന്യൂയോർക്കിലെ സ്റ്റാച്യു ഓഫ് ലിബർട്ടിയുടെ തലയിലാണ്. ആ സ്റ്റാച്യു ഓഫ് ലിബർട്ടി അങ്ങോട്ട് തകർന്നു പോയി. പക്ഷെ ഇതിങ്ങനെ ചിത്രീകരിക്കുമ്പോൾ സ്റ്റാച്യു ഓഫ് ലിബർട്ടിക്ക് ബാൽ എന്ന് പറയുന്ന ഒരു ദേവന്റെ തലയാണ് വെച്ച് പിടിപ്പിച്ചിട്ടുള്ളത്. ഇതൊക്കെ വളരെ പ്രതീകാത്മകമാണ്. നമ്മളതിനെ വായിച്ചത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഈ ബാലുമായി ബന്ധപ്പെട്ട് കുറേ അന്തക്കേടുകൾ, കോൺസ്പിറസി തിയറിയുമായി ബന്ധപ്പെട്ട് അതിൽ കുറെ ശരികളുണ്ടാവാം കോൺസ്പിറസി തിയറികളിൽ. പക്ഷേ അതിൻ്റെ പിന്നാലെ പോകുമ്പോൾ നമുക്ക് ഒരുപാട് അബദ്ധങ്ങൾ സംഭവിക്കും എന്നും മനസ്സിലാക്കേണ്ടതാണ്. എന്തായാലും അതുമായി ബന്ധപ്പെട്ട് സാത്താനിക പൂജയാണ്. സാറ്റനിസവും ബാലും തമ്മിൽ ബന്ധമൊന്നുമില്ല. പക്ഷെ ബാല് വേറൊരു പ്രതീകമായി മാറുന്നുണ്ട്. ഈ വീഡിയോ ഉണ്ടാക്കിയാൾക്ക് അത് അറിയുമോ എന്ന് എനിക്കറിയില്ല. ബാലത്തിന്റെ പ്രതീകമായിട്ടാണ് മാറുന്നതെന്ന് വെച്ചാൽ, ബാല് ചരിത്രപരമായി ഫൊനീഷ്യരുടെയും കനാന്യരുടെയും ദേവനാണ്. ഈ ദേവനെ സംബന്ധിച്ച് ബൈബിളിൽ ധാരാളം പ്രസ്താവിക്കുന്നുണ്ട്. ഖുർആനിലും ഒരിടത്ത് അതിന്റെ പേരെടുത്ത് പറഞ്ഞിട്ടുണ്ട്. എന്തുകൊണ്ടാണ് നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ള ആ ദൈവത്തിന്റെ പേര് ഖുർആൻ എടുത്തു പറഞ്ഞത് എന്നത് ചിന്തിക്കേണ്ടതാണ്. ഫൊനീഷ്യർക്കിടയിൽ ഉണ്ടായിട്ടുള്ള ഒരു ദേശീയ ബോധം, അതാണ് ലോകത്തിലെ ചരിത്രത്തിലെ ആദ്യത്തെ ദേശീയത എന്ന് രവീന്ദ്രനാഥ ടാഗോർ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിന്റെ നാഷണലിസം ഇൻ ഇന്ത്യ എന്ന പ്രഭാഷണത്തിൽ. അപ്പൊ ലോകത്തിലെ ആദ്യത്തെ സങ്കുചിത ദേശീയവാദി ടീമാണ് ഫൊനീഷ്യർ. ഈ ഫൊനീഷ്യരുടെ നേതാവാണ് ഖുർആനിൽ പറയുന്ന ജാലൂത്ത്, ബൈബിളിൽ ഗോലിയാത്ത് എന്ന് പറയും. അപ്പൊ ഗോലിയാത്തുമായിട്ട് ഇസ്രായേലിയർ നടത്തിയിട്ടുള്ള പോരാട്ടത്തെ സംബന്ധിച്ച് പറയുന്നു. അപ്പൊ ഗോലിയാത്ത് പ്രതിനിധാനം ചെയ്യുന്നത് ഒരു വംശീയതയാണ്, ഒരു സങ്കുചിത ദേശീയതയാണ്. അതിനോടാണ് താലൂത്തിന്റെ, ബൈബിളിൽ ആ കഥാപാത്രത്തിന്റെ പേര് ശൗൽ എന്നാണ്, താലൂത്തിന്റെ നേതൃത്വത്തിലുള്ള ഇസ്രായേലിയർ ഏറ്റുമുട്ടുന്നു. എന്തായാലും ആ ഏറ്റുമുട്ടലിനെ സംബന്ധിച്ചുള്ള ബൈബിൾ വിവരണത്തിൽ, പഴയ നിയമ പുസ്തകത്തിലെ വിവരണത്തിൽ അത് ശരിയാണെങ്കിൽ അതിലവസാനം ജാലൂത്തിനെ ദാവൂദ് അലൈഹിസ്സലാമയാണ് കൊല്ലുന്നത് എന്ന് ഖുർആൻ പറയുന്നുണ്ട്. പക്ഷെ എങ്ങനെയാണ് കൊല്ലുന്നത് എന്നതിന്റെ വിവരണം അത് ഖുർആനിലില്ല. ഈ പറയുന്ന പഴയ നിയമ പുസ്തകത്തിലുള്ളതനുസരിച്ച് ദാവൂദ് അല്ലെങ്കിൽ ദാവീദ് ഒരു ഇടയനാണ്, യുദ്ധത്തിലെ പട്ടാളക്കാരനൊന്നുമല്ല. സൈന്യങ്ങൾക്കിടയിൽ യുദ്ധം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇയാൾ സർവായുധ സജ്ജനായിട്ട് ഇങ്ങനെ വരികയും ആളുകൾക്കിടയിൽ ഭയങ്കര പ്രശ്നം ഉണ്ടാക്കുകയും ചെയ്തു. ഒരുപാട് ആളുകളെ കൊന്നു, പലരും പേടിച്ചോടാൻ വേണ്ടി തുടങ്ങി. ആ സമയത്ത് ഒരു ഇടയൻ എന്ന നിലക്ക് സ്ഥിരമായി കൊണ്ട് നടക്കുന്ന തെറ്റാലിയിൽ നിന്ന് അതിലൊരു കല്ല് കോർത്തിട്ട് തെറ്റിയതാണ് ദാവീദ്, ബൈബിളാഖ്യാനം അനുസരിച്ച്. അപ്പൊ അത് കൊണ്ടപ്പോഴാണ് ഇയാൾ മറിഞ്ഞു വീണത്. അത് കൃത്യമായി നെറ്റിക്ക് കൊണ്ട് മറിഞ്ഞു വീണ് മരിച്ചുപോയി എന്നാണ് പറയുന്നത്. ഈ വിവരണം വളരെ രസകരമാണ്. അതോടൊപ്പം തന്നെ അതിൽ കുറെ പ്രതീകങ്ങളുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ടതായ കുറെ കാര്യങ്ങൾ. സ്റ്റാച്യു ഓഫ് ലിബർട്ടി എന്ന് പറഞ്ഞാൽ ഒരു നിലക്ക് ചിന്തിച്ചാൽ അമേരിക്കയിലെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ വലിയൊരു സംഭവമാണ്. അതിന്റെ ഒരു അടയാളമായിട്ട്, ഓർമ്മയായിട്ട് ന്യൂയോർക്കിൽ ഉണ്ടായിട്ടുള്ള ഒരു സ്റ്റാച്യു ആണ്. അത് സ്റ്റാച്യു ഓഫ് ലിബർട്ടി ആണെന്ന് ഓർക്കണം. പക്ഷെ ഇപ്പോഴും ലോകത്തെ സംബന്ധിച്ചിടത്തോളം അത് സ്വാതന്ത്ര്യത്തിന്റെ അടയാളമല്ല, മറിച്ച് അധിനിവേശത്തിന്റെ അടയാളമാണ്. അപ്പൊ ഈ സാധനത്തിന് ബാലിന്റെ തലയും കൂടി വെച്ച് പിടിപ്പിച്ചപ്പോഴും അത് ശരിക്കും ഈ പറയുന്നത് പോലെ സങ്കുചിത ദേശീയതയുടെയും ദുരധികാരത്തിന്റെയും ആക്രമണത്തിന്റെയും ഒക്കെ സാക്ഷാൽ സ്വരൂപമായിട്ട് മാറുന്നു. ഒരു മിസൈൽ, ഇറാനിൽ നിന്ന് അയക്കുന്ന മിസൈൽ അമേരിക്ക വരെ എത്താനുള്ള സാങ്കേതിക വിദ്യ ഇപ്പോൾ ഉള്ളതായിട്ട് നമുക്കറിയില്ല. എന്തായാലും അത്തരം നിയമങ്ങളെ മുഴുവൻ മറികടന്നിട്ട് ഈ സാധനം അങ്ങോട്ട് പോവാണ്. ഇത് കണ്ടപ്പോൾ ഓർമ്മ വന്ന മറ്റൊരു കാര്യം കൂടിയുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ, അത്
നമ്മുടെ കാഴ്ചാനുഭവവുമായി ബന്ധപ്പെട്ടിട്ടുണ്ടായ ഒരു സന്ദർഭമാണ്. അതെന്താണെന്ന് വെച്ചാൽ ലാസ്റ്റ് ടെംപ്റ്റേഷൻ ഓഫ് ക്രൈസ്റ്റ് എന്ന് പറഞ്ഞിട്ടൊരു നോവലുണ്ട്. കസൻ സക്കീസിന്റെ നോവലാണ്. ആ നോവലിനെ ബേസ് ചെയ്തിട്ട് മാർട്ടിൻ സ്കോർസേസെ എന്നയാളുടെ ഒരു ചിത്രീകരണം. നോവലിൽ ഈ പറയുന്ന സന്ദർഭമില്ല. പക്ഷേ സ്കോർസേസയുടെ ചിത്രീകരണത്തിൽ പീലാത്തോസ് യേശുവിനെ വിചാരണ ചെയ്യാണ്. യേശുവിനെ വിചാരണ ചെയ്യുന്ന സമയത്ത് പലതും ചോദിക്കുന്നുണ്ട്, അദ്ദേഹം മറുപടിയും പറയുന്നുണ്ട്. കൂട്ടത്തിൽ ചോദിച്ചു, നീ യഹൂദരുടെ രാജാവാണോ? അപ്പോൾ ഉടനെ തന്നെ കസൻ സക്കീസിന്റെ നോവൽ കുറെ കൂടി ആത്മീയമാണ്. പക്ഷേ സ്കോർസേസെ അതിനെ ഒരു കുറച്ചുകൂടി പൊളിറ്റിക്കലാക്കി മാറ്റിയിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് ഈ സംഭാഷണവും വരുന്നത്. അപ്പൊ ക്രിസ്തു അങ്ങോട്ട് പറഞ്ഞു, രാജാവ് എന്നുള്ളത് നിങ്ങളുടെ വാക്കാണ്. നീ യഹൂദരുടെ രാജാവാണോ എന്ന് റോമൻ ഗവർണറായ പീലാത്തോസ് ചോദിച്ചപ്പോൾ ഇദ്ദേഹം പറയുന്നത് രാജാവ് എന്നുള്ളത് നിങ്ങളുടെ വാക്കാണ്. അപ്പൊ പീലാത്തോസ് ഉടനെ പറഞ്ഞു, അവര് അങ്ങനെയാണല്ലോ പറയുന്നത്, യഹൂദരുടെ രാജാവാണെന്നും മിശിഹയാണെന്നും നീ പറഞ്ഞു എന്നാണ് അവര്, അതായത് യൂത പുരോഹിതന്മാർ പറയുന്നത്. നീ കുറെ അത്ഭുതങ്ങളൊക്കെ കാണിച്ചായിട്ട് പറഞ്ഞു. എന്താണത്? ക്ഷുദ്രവിദ്യയാണോ അല്ലെങ്കിൽ ഇന്ദ്രജാലമാണോ? എനിക്കും ഒന്ന് കാണിച്ചു തരുമെന്ന് ചോദിച്ചു. ഉടനെ തന്നെ ഇദ്ദേഹം അതിനോട് പ്രതിവചിച്ചത്, ഞാനൊരു ട്രെയിൻഡ് മജീഷ്യനൊന്നുമല്ല. പറഞ്ഞാൽ അതൊന്നും ഞാൻ കാണിക്കുന്നതല്ല. ബോധപൂർവമായിട്ടോ അല്ലാതെയോ അതൊക്കെ നമ്മുടെ കാഴ്ചപ്പാടുമായിട്ടാണ് യോജിച്ചു വരുന്നത് എന്ന് തിരിച്ചറിയാൻ സാധിക്കും. എന്തായാലും പിന്നീട് അദ്ദേഹം ചോദിച്ചു, നീ യഥാർത്ഥത്തിൽ എന്താണ് ജനങ്ങളോട് പറയുന്നത്? അതെന്താണെന്ന് ചോദിച്ചപ്പോൾ യേശു പറഞ്ഞു, ദാനിയേൽ പ്രവാചകന് ഒരു സ്വപ്നമുണ്ടായി. അത് ബൈബിളിൽ പറയുന്നുണ്ട്. പക്ഷെ ഇതിൽ നിന്നൊരു അല്പം വ്യത്യസ്തമാണ്. ദാനിയേൽ പ്രവാചകനല്ല, ഒരു വലിയ രാജാധികാരിയാണ് ബൈബിളിൽ ആ സ്വപ്നം കാണുന്നത്. ദാനിയേൽ അതിനെ വ്യാഖ്യാനിക്കുകയാണ് ചെയ്യുന്നത്. എന്തായാലും ദാനിയേൽ പ്രവാചകൻ ഒരു സ്വപ്നം കണ്ടു. ആ സ്വപ്നം എന്താണെന്ന് വെച്ചാൽ ഒരു ഉയരമുള്ള ഒരു പ്രതിമ, സ്റ്റാച്യു ഓഫ് ലിബർട്ടി ഒക്കെ പോലെ ഉയരമുള്ള ഒരു പ്രതിമ. ആ പ്രതിമയുടെ തല സ്വർണം കൊണ്ടുണ്ടാക്കപ്പെട്ടതും ഷോൾഡറുകൾ വെള്ളി കൊണ്ടുള്ളതുമാണ്. അതിൻ്റെ നെഞ്ഞും വയറുമൊക്കെ ബ്രോൺസ്, വെങ്കലം കൊണ്ടുള്ളതാണ്. അതിൻ്റെ കാലും കൈയും ഇരുമ്പ് കൊണ്ടുള്ളതാണ്. അപ്പോൾ അതിന് എത്ര കരുത്തുണ്ടാവും എന്ന് ആലോചിച്ച് നോക്കുക. അതോടൊപ്പം തന്നെ അതിൻ്റെ സമൃദ്ധി, തല സ്വർണം കൊണ്ടും ഷോൾഡറുകൾ വെള്ളി കൊണ്ടുമാണെങ്കിൽ എന്ന് പറഞ്ഞാൽ വലിയൊരു സമ്പത്തിന്റെ ഒരു കേന്ദ്രീകരണം അവിടെ നടക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ശക്തിയുടെ കേന്ദ്രീകരണവും നടക്കുന്നുണ്ട്. അപ്പൊ അത് അത്രയും ഭയങ്കരമായ സാധനമാണല്ലോ. പക്ഷെ തുടർന്ന് പറയുന്നു, എന്നാൽ പാദങ്ങൾ മണ്ണ് കൊണ്ടുള്ളതാണ്. ഫീറ്റ് ഓഫ് ക്ലേ എന്നൊരു പ്രയോഗം തന്നെ. അടിത്തറ ഭദ്രമല്ലാത്ത സംഗതികളെ നമ്മൾ എങ്ങനെയാണ് പറയാൻ? ഫീറ്റ് ഓഫ് ക്ലേ. അപ്പൊ ഇത് മണ്ണ് കൊണ്ടുള്ളതാണ് പാദങ്ങൾ. അങ്ങനെ ആളുകളൊക്കെ അതിനെ ഇങ്ങനെ ഭയഭക്തി ബഹുമാനങ്ങളോടുകൂടി വണങ്ങി വരുന്ന സമയത്ത് പെട്ടെന്നൊരു കല്ലെറിയപ്പെട്ടു. എന്നിട്ട് ഇദ്ദേഹം പറഞ്ഞു, ദൈവമാണ് ആ കല്ലെറിഞ്ഞത്, ആ കല്ലാണ് ഞാൻ. ദൈവമാണ് ആ കല്ലെറിഞ്ഞത്, ആ കല്ലാണ് ഞാൻ. ഇനി ആ പ്രതിമ എന്ന് പറയുമ്പോൾ പൂർത്തിയാക്കാൻ അനുവദിക്കാതെ പീലാത്തോസ് പറഞ്ഞു, മനസ്സിലായി, പ്രതിമ റോമാ സാമ്രാജ്യമാണല്ലേ. അപ്പൊ എന്താണ് യഥാർത്ഥത്തിൽ ക്രിസ്തുവിന്റെ ദൗത്യം അവിടെ? ആ റോമാ സാമ്രാജ്യം എന്ന് പറയുന്ന ഒരു അധികാര രൂപത്തെ തകർക്കുക എന്നുള്ളത് തന്നെയാണ്. ഇതാണ് അതിന്റെ മതപരത എന്ന് തന്നെ ചിന്തിക്കണം. നമ്മുടെ ഉത്തരവാദിത്തം എന്ന് പറഞ്ഞാൽ ഇതൊക്കെ തന്നെയാണ്. അല്ലാതെ വെറുതെ കുറെ ബഹളം ഉണ്ടാക്കലല്ല. സമൂഹത്തിൽ വലിയ പരിവർത്തനം സൃഷ്ടിക്കലാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സുറാഖത്ത് ബിൻ മാലിക് എന്നൊരു സാധാരണക്കാരനോട് ചോദിച്ചൊരു ചോദ്യം വളരെ പ്രശസ്തമാണല്ലോ. കിസ്രയുടെ കൊട്ടാരത്തിൽ അയാൾ ഖജനാവുകളിൽ ശേഖരിച്ചു വെച്ചിട്ടുള്ള വളയും ആഭരണങ്ങളും ഒക്കെ നിന്റെ ശരീരത്തിലൊന്ന് അണിഞ്ഞാൽ എത്ര മനോഹരമായിരിക്കുമല്ലേ സുറാഖ. ഇയാൾ ആകെ അമ്പരന്നു. ഈ മനുഷ്യൻ പ്രവാചകനെ പിടിക്കാൻ വേണ്ടി പോവാണ്. പിടിച്ചു കൊടുക്കുന്ന ആൾക്ക്, ഹിജറയുടെ സന്ദർഭത്തിലാണേ, പിടിച്ചു കൊടുക്കുന്ന ആൾക്ക് 100 ചുവന്ന ഒട്ടകം തരാമെന്ന് ഖുറൈശി പ്രമാണിമാരൊക്കെ വാഗ്ദാനം ചെയ്തിട്ടുണ്ട്, ഓഫർ ചെയ്തിട്ടുണ്ട്, ഇനാം പ്രഖ്യാപിച്ചിട്ടുണ്ട്. 100 ചുവന്ന ഒട്ടകം എന്ന് പറഞ്ഞാൽ അറബികൾക്ക് അതൊരു വലിയ സംഭവമാണ്. അത് കിട്ടാൻ വേണ്ടി പോവാണ്. എന്നിട്ട് അവസാനം പ്രവാചകനെ കണ്ട് കുതിരയുമായിട്ട് ഓടി വന്ന് അടുത്തെത്തിയപ്പോഴേക്ക് കുതിരയുടെ കാലിടറി മൂപ്പര് തെറിച്ചങ്ങോട്ട് വീണു. സ്വതസിദ്ധമായൊരു പുഞ്ചിരിയോടുകൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നിട്ട്, നമ്മുടെ മതപുരോഹിതരാരെങ്കിലും ചിരിക്കുന്ന നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അപൂർവം ചിലരേ ഉണ്ടാവുള്ളൂ. പ്രവാചകൻ എപ്പോഴും ചിരിക്കാറുണ്ടായിരുന്നു. എന്തായാലും പുഞ്ചിരിയോടുകൂടി പ്രവാചകൻ വന്നിട്ട് ഇദ്ദേഹത്തെ എഴുന്നേൽപ്പിച്ച് മണ്ണൊക്കെ തട്ടിക്കൊടുത്തു. ഇയാളാകെ ഇങ്ങനെ വിറക്കുകയാണ്. അയാൾ ആയുധമൊക്കെ തെറിച്ചുപോയി, ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. ആ സമയത്ത് പ്രവാചകൻ ചോദിച്ചു, അല്ല, കിസ്രയുടെ ഖജനാവിൽ അയാൾ ഒളിപ്പിച്ചു വെച്ചിട്ടുള്ള കിരീടവും
വളകളുമൊക്കെ നിന്റെ ശരീരത്തിൽ അണിഞ്ഞാൽ എന്ത് ഭംഗിയായിരിക്കും. സിസ്റ്റത്തെ അട്ടിമറിക്കുക എന്നുള്ളതാണ് പ്രവാചകന്റെ ദൗത്യം. ഇതാണ് അവിടെ പറയുന്നത്. അക്രമത്തിന്റെ, അനീതിയുടെ, അധിനിവേശത്തിന്റെ സിസ്റ്റത്തെ അട്ടിമറിക്കാനാണ് ഞാൻ വന്നിട്ടുള്ളത്, നടക്കും എന്ന് പറഞ്ഞിട്ട് ഉമർ റളിയല്ലാഹുവിന്റെ കാലത്ത് കിസ്റയുടെ കൊട്ടാരം പിടിച്ചടക്കുന്നുണ്ട്. പിടിച്ചടക്കിയിട്ട് ആ ഖജനാവിലുള്ള സമ്പത്ത് മുഴുവൻ ജനങ്ങൾക്ക് വിതരണം ചെയ്തു. അപ്പൊ അക്കൂട്ടത്തിൽ സുറാക്കയെ വിളിച്ചിട്ട് ഉമർ പറഞ്ഞു, നബി പറഞ്ഞത് ആശയപരമായിട്ട് മാത്രമല്ല വാക്കിലും പ്രാവർത്തികമാകണമല്ലോ. അതിനു വേണ്ടിയിട്ട് അതുവരെ രാജകീയ പദവിയിൽ അയാൾ അണിഞ്ഞിരുന്ന കിരീടവും ആഭരണങ്ങളൊക്കെ സുറാക്കയുടെ ശരീരത്തിലും അണിയിച്ചു കൊടുത്തു. വലിയൊരു പ്രൗഢിയോടുകൂടി സുറാക്ക അങ്ങനെ നിൽക്കുകയാണ്. ഇതാണ് യഥാർത്ഥത്തിൽ അള്ളാഹുവിന്റെ ദർശനം, അള്ളാഹുവിന്റെ ദീൻ എന്ന് പറയുന്നത് ഇതാണ് എന്ന് തിരിച്ചറിയേണ്ടതാണ്. പക്ഷെ അതേസമയം തന്നെ ഒരു കല്ല്, ഗോലിയാത്തിന്റെ നെറ്റിയിൽ ഒരു കല്ല് വന്ന് വീണതുപോലെ ഈ പറയുന്ന ഇറാനിൽ നിന്നുള്ള ഒരു സാധനം ഇങ്ങനെ വന്നിട്ട് സ്വാതന്ത്ര്യ പ്രതിമയുടെ നെറ്റിയിൽ പതിച്ചതുപോലെ, അതല്ലെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ സ്കോർസേസയുടെ മെറ്റഫറിൽ ആ പ്രതിമയുടെ നെറ്റിയിലേക്ക് ഒരു കല്ല് വന്ന് പതിയുന്നത് പോലെ, ദൈവമാണ് ആ കല്ലെറിഞ്ഞത്, ഞാനാണ് ആ കല്ല് എന്ന് പറയുന്നുണ്ടെങ്കിലും അവിടെ പ്രവാചകന്റെ ദൗത്യത്തെ സംബന്ധിച്ച് തന്നെ പറയാം. എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് വെച്ചാൽ, നിങ്ങൾ ഭീകരമായിട്ട് കാണുന്ന പലതിൻ്റെയും അടിത്തറ ദുർബലമാണ്, അഥവാ അതിന് അടിത്തറ ഇല്ല. ഫീറ്റ് ഓഫ് ക്ലേ, പാദങ്ങൾ മണ്ണുകൊണ്ടുള്ളതാണ്, അതിന്റെ മേലെ സ്വർണവും ഇരുമ്പും വെള്ളിയൊന്നും ഉണ്ടായിട്ട് വലിയ കാര്യമൊന്നുമില്ല. അപ്പൊ ഇത് അത്രയും ഭീകരമാണ്. എന്നാൽ അതോടൊപ്പം തന്നെ ഇതിനെക്കുറിച്ച് ഈ പറയുന്ന ഈ അഹങ്കാരത്തിന്റെ പ്രത്യയശാസ്ത്രങ്ങളെ കുറിച്ചും ഏകാധിപത്യത്തെ കുറിച്ചും ഒക്കെ ചർച്ച ചെയ്യുമ്പോൾ തന്നെ കൂട്ടത്തിൽ വളരെ പ്രധാനപ്പെട്ട പോയിന്റായിട്ട് നമ്മൾ പറഞ്ഞതാണ്, അവിടെ നമ്മൾ ഇതിനൊക്കെ അടിത്തറയായി വർത്തിക്കുന്ന മതവിശ്വാസത്തെ സംബന്ധിച്ചുള്ള ചർച്ച അത് വളരെ അനിവാര്യമാണ് എന്ന് മനസ്സിലാക്കണം. 3 ദുശക്തികളെ പറ്റി പറയുന്നതായിട്ട് നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ, അതിവിടെ സൂചിപ്പിച്ചു. അതിന്റെ അടയാളമായിട്ട് ഖുർആൻ പറയുന്നത് ഒന്ന് ഫറോവയാണ്. ഫറോവയെ സംബന്ധിച്ച് പറയുന്നത് അവര് നിർമ്മിച്ചുണ്ടാക്കിയ നാഗരികതയും അവർ വികസിപ്പിക്കുന്ന ഐഡിയോളജിയും ഒക്കെ കടലിലേക്ക് താഴ്ത്തി കളഞ്ഞു. ഫിറഔൻ എന്ന വ്യക്തിയെ അല്ല യഥാർത്ഥത്തിൽ പടച്ചോൻ ഇല്ലാതാക്കിയത്, ആ വ്യക്തി പ്രസക്തനേ അല്ല, അതങ്ങോട്ട് തീരും. എന്നാൽ അയാൾ ശേഷിപ്പിക്കുന്ന സാധനത്തെ ഇല്ലാതാക്കുക, അതില്ലാതായിട്ടുണ്ട്. ഓരോ സന്ദർഭത്തിലും അത് ഇല്ലാതാകുന്നു, പക്ഷെ തിരിച്ചു വരുന്നു. തിരിച്ചു വരുന്നതിന്റെ കാരണമാണ് നമ്മൾ ചർച്ച ചെയ്യേണ്ടത്. എന്തായാലും അതിനുശേഷം സാമ്പത്തിക ദുഷ്പ്രഭുത്വത്തെ സംബന്ധിച്ച് പറയുമ്പോൾ അതിന്റെ അടയാളമാണ് കാറൂൻ. കാറൂനെ സംബന്ധിച്ച് പറയുമ്പോൾ കാറൂനെ മാത്രമല്ല, അയാൾ കെട്ടിയുണ്ടാക്കിയ മാളികയെയും മണ്ണിലേക്ക് അമർത്തി കളഞ്ഞു. അയാൾ ആർജിച്ചിട്ടുള്ള സമ്പത്ത് മുഴുവൻ അങ്ങോട്ട് ഇല്ലാതായിപ്പോയി എന്നുള്ളതാണ്. 3ാമത്തെ പ്രതീകമായിട്ട് നമ്മളിവിടെ പറഞ്ഞിരുന്നത് സാമിരിയെയാണ്. സാമിരിയുടെ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം ഇത് രണ്ടിനും ബാക്ക്ഗ്രൗണ്ട് ഫൗണ്ടേഷൻ ഉണ്ടാക്കി കൊടുക്കാൻ ശ്രമിക്കുന്നത് ഈ സാമിരി അല്ലെങ്കിൽ മതപൗരോഹിത്യമാണ് എന്ന് തിരിച്ചറിയണം. ജനങ്ങൾ അനുഭവിക്കുന്ന ക്ലേശങ്ങളെ മുതലെടുത്തുകൊണ്ട് കുറെ വിഭ്രമങ്ങൾ അവരിൽ സൃഷ്ടിക്കുകയാണ്. ആളുകൾ അവരുടെ മൗലിക പ്രശ്നങ്ങളിൽ നിന്നൊക്കെ തിരിച്ചു പിടിച്ചിട്ട് സാമിരി എന്താ ചെയ്ത, ഖുർആനിൽ ഒരു പശുക്കുട്ടിനെ ഉണ്ടാക്കി കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ഇതാണ് ഇലാഹു, ഹദാ ഇലാഹുക്കും വ ഇലാഹു മൂസ ഫനസി. മൂസാ നബി എന്നേരം അവരുടെ കൂടെ ഇല്ലായിരുന്നു. നിങ്ങളുടെ ഇലാഹ് ഇതാണെന്ന് മാത്രമല്ല പറഞ്ഞത്, മൂസായുടെ ഇലാഹും ഇതാണ്. മൂപ്പരെ മറന്നുപോയതാണ്. ഇപ്പൊ ഏതായാലും സീനാമലയിലേക്ക് പോയിട്ടുണ്ടല്ലോ, ആ ബോധമായിട്ടൊക്കെ തിരിച്ചു വരും. നമ്മക്കൊന്ന് അടിച്ചു പൊളിക്കാം, ആഘോഷിക്കാം. ഖുർആനിൽ കൂടുതൽ വിശദാംശങ്ങളൊന്നുമില്ല. ബൈബിൾ വിവരണം അനുസരിച്ച് ഇവര് പിന്നെ ആഘോഷിക്കാൻ വേണ്ടി തുടങ്ങി. മതം എന്ന് പറഞ്ഞാൽ ആഘോഷമാണ്, റിച്വൽ ഫെസ്റ്റിവലാണ്. അത്തരം ഫെസ്റ്റിവലുകളെ കുറിച്ചോ അല്ലെങ്കിൽ ഉറക്കെയുള്ള, നമ്മളിപ്പോൾ സാധാരണ വലിയ സ്വലാത്ത് ഫെസ്റ്റിവലൊക്കെ നടത്താറുണ്ട്, അതൊന്നും നടത്തേണ്ടെന്നല്ല നമ്മൾ പറയുന്നത്. കൂട്ടമായിട്ടിരുന്നിട്ട് സ്വലാത്തും ദിക്റും ഒക്കെ ചൊല്ലുന്നത് നല്ലതാണെങ്കിൽ നല്ലത് തന്നെയാണ്. നല്ലതായിട്ടുള്ളവർക്ക്, അതിൽ എന്തെങ്കിലും സന്തോഷം അനുഭവിക്കുന്നവർ അത് ചെയ്തോട്ടെ. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കണം, ചുറ്റിനുമുള്ള മനുഷ്യരെയും അവരുടെ പ്രശ്നങ്ങളെയും പറ്റി ചിന്തിക്കുന്നവർക്ക് അതിനൊന്നും സമയം ഉണ്ടാവില്ല. അതാണ് പടച്ചോൻ ഏതാ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുക എന്നുള്ളത് പഠിച്ച് തീരുമാനിച്ചാൽ മതി. നമ്മളൊന്ന് ആലോചിക്കണം, നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി സിക്റാണ്. അങ്ങനെയുണ്ടല്ലോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറഞ്ഞൊരു മനുഷ്യൻ പടച്ചോന്റെ അടുത്ത് വരിക. വന്നപ്പോ പടച്ചോൻ അവനോട് ചോദിച്ചു, അല്ല മനുഷ്യ, എനിക്ക് വിശന്നപ്പോൾ നീ എന്താ എനിക്ക് ഭക്ഷണം തരാതിരുന്നു? അന്നേരത്ത് ഈ മനുഷ്യൻ അമ്പരന്നിട്ട് ചോദിക്കുകയാണ്, പടച്ചോനെ നീയല്ലേ എമ്മക്കൊക്കെ ഭക്ഷണം തരുന്നു, എനിക്ക് വിശക്കേ, ഞാൻ നിനക്ക് ഭക്ഷണം തരിക. അപ്പോൾ അള്ളാഹ് ചോദിച്ചു, ഇന്നൊരു വ്യക്തി വിശക്കുന്നവനായിട്ട് നിന്റെ അയൽപക്കത്തുണ്ടായിരുന്നല്ലോ, അവന്റെ വിലാപം നീ കേട്ടിരുന്നല്ലോ, നീ എങ്ങാനും അവന് വല്ലതും കൊടുത്തിരുന്നെങ്കിൽ ലവജത്ത ദാലിക ഇൻദി,
അതിപ്പോഴും എൻ്റെ അടുത്ത് നിനക്ക് കാണാൻ പറ്റുമായിരുന്നില്ലേ? വീണ്ടും പറയുന്നു, അല്ല മനുഷ്യ, എനിക്ക് അസുഖം ബാധിച്ചു, സുഖമില്ലാതെ കിടന്നപ്പോൾ നീ എന്തെന്നെ കാണാൻ പറ്റുന്നു? പടച്ചോന് സുഖമില്ലാതിരിക്കെ, എല്ലാവർക്കും ശിഫ നൽകുന്ന പടച്ചോൻ എങ്ങനെ സുഖമില്ലാതാവുക? നമ്മളിങ്ങനെ പടച്ചോനെ കാണാൻ പോവുക? ഇയാൾ വീണ്ടും അമ്പരന്നപ്പോൾ ഇതേ വർത്താനാണ്. നിന്റെ അയൽപക്കത്തൊരാൾ അല്ലെങ്കിൽ നിന്റെ ബന്ധത്തിൽ ഒരാൾ അസുഖം ബാധിച്ച് കിടന്നപ്പോൾ നിന്റെ സാന്നിധ്യം, സാമീപ്യം, പ്രാർത്ഥന ഇതൊക്കെ അയാൾ ആഗ്രഹിച്ചിരുന്നു. നീ എങ്ങാനും അവിടെ ചെന്നിരുന്നെങ്കിൽ ലവജത്തനി ഇൻദഹു, മറ്റേനേക്കാൾ കുറച്ചുകൂടി ഗുരുതരമായ വർത്താനാണ് ഈ പറയുന്നത്. ലവജത്തനി ഇൻദഹു, അവിടെ കിടക്കുന്നത് ഞാനാണെന്ന് നിനക്ക് കാണാൻ സാധിക്കുമായിരുന്നില്ല എന്നാണ്. അവന്റെ അടുക്കൽ എന്നെ നിനക്ക് കാണാൻ പറ്റുമായിരുന്നില്ലേ? അപ്പൊ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, അത് മനസ്സിലാക്കേണ്ടതാണ്. അപ്പൊ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ ഇത്തികാഫിരിക്കുന്ന സമയത്ത് ഒരാൾ പള്ളിയിൽ വന്നിരുന്നിട്ട് അപ്പൊ ആളെ കണ്ടപ്പോൾ തന്നെ എന്തോ പ്രശ്നമുണ്ടെന്ന് മനസ്സിലായി. ഇതൊന്നും ഒന്നിന്റെയും വില കുറക്കാൻ വേണ്ടി പറയുന്നതല്ല. ഇവിടെ സൂചിപ്പിച്ചല്ലോ, നമ്മൾ കൂട്ടമായിട്ട് സിക്ർ ചെല്ലിയാലും ഒരു കുഴപ്പമില്ല. അതേസമയം തന്നെ മൗലികമായിട്ട് നമ്മൾ നിർവഹിക്കേണ്ടതെന്തോ അതിൽ നിന്ന് ശ്രദ്ധ വിട്ടുകൊണ്ടാവരുത്. അപ്പൊ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പള്ളിയിൽ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരാൾ വന്ന് അയാളുടെ മുഖം കണ്ടപ്പോൾ തന്നെ അദ്ദേഹത്തിന് മനസ്സിലായി എന്തോ പ്രശ്നമുണ്ട്. അടുത്ത് ചെന്നിരുന്നിട്ട് ചോദിച്ചു, ഇത്തികാഫിരിക്കുന്ന സമയത്ത് ആജാതി വർത്താനം പറയാൻ പാടുണ്ടോ? പള്ളിയിലൊക്കെ ഉണ്ടാവും, ദുനിയവിയായ കാര്യങ്ങൾ സംസാരിക്കാൻ പാടില്ല. എന്താ ഈ ദുനിയവിയായ കാര്യം? അത് വിടും. എന്തായാലും എന്താ അതിന്റെ കാര്യം എന്നൊക്കെ ചോദിച്ചപ്പോൾ പറഞ്ഞ അയാൾക്ക് കുറെ ബാധ്യതകൾ. അതിപ്പോ ആർക്കൊക്കെയാ ഇന്ന ആളുകൾക്ക്, ഇവരൊക്കെ പോയി പറഞ്ഞാൽ എനിക്ക് ഇളവൊക്കെ തരുമല്ലോ. ചിലർ വിട്ടു തരും, ചിലർ അവധിയും തരും. ഇല്ല, അത് ഞാൻ പറഞ്ഞാൽ ശരിയാവില്ല, എന്നാ വാ ഞാനും വരാം. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ആ ഇത്തികാഫിനിടയിൽ തന്നെ പോയി ഈ ആളുകളൊക്കെ കണ്ട് പ്രശ്നങ്ങളൊക്കെ സെറ്റിൽ ചെയ്ത് വീണ്ടും വന്നു. നമുക്ക് വേണമെങ്കിൽ അവിടെ വീണ്ടും വന്നിട്ട് തഹിയ്യത്ത് നിസ്കാരം ഒക്കെ നിർവഹിച്ച് വീണ്ടും നിയ്യത്ത് പുതുക്കുകയാണോ ചെയ്തത്, അതൊക്കെ ഫിഖ്ഹി ചർച്ചയാണ്, അതാവാം, കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന് ഞാൻ ഇത്തികാഫിലാണല്ലോ എന്നുള്ള ഒരു ബോധവും അന്നേരം പ്രവർത്തിച്ചില്ല എന്നുള്ളതാണ്. ഇദ്ദേഹം ചോദിക്കുകയും ചെയ്തു, നിങ്ങൾ ഇത്തികാഫിലല്ലേ, അതുകൊണ്ടെന്താ, ഇതൊക്കെ അതിന്റെ ഭാഗം തന്നെയല്ലേ എന്ന്. അപ്പൊ നമ്മുടെ ഈ പ്രവർത്തനങ്ങളുടെ ഒക്കെ ഒരു ഭാഗമാണ് അതൊക്കെ. ഇങ്ങനെ ആളുകളെ സംബന്ധിച്ച് ചിന്തിക്കുന്നവർക്ക് ഇത്തരത്തിൽ അവനവനിലേക്ക് മാത്രം ഒതുങ്ങുന്ന കാര്യങ്ങളിൽ വ്യാപൃതനാവാൻ എവിടെ സമയം കിട്ടുക? അപ്പൊ പശുക്കുട്ടീനെ ഉണ്ടാക്കിയിട്ട് ഇവരിങ്ങനെ ആഘോഷിക്കുകയാണ്. ആ സമയത്താണ് മൂസാ നബി അലൈഹി സ്വലാം തിരിച്ചു വരുന്നതെന്നാണ് ബൈബിളിൽ പറയുന്നത്. അവ മനുഷ്യൻ അവന്റെ മൗലികമായ ദൗത്യങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിച്ചു വിടുക എന്നുള്ളതാണ് ഈ പൗരോഹിത്യം ചെയ്തത്. അതുകൊണ്ടാണ് വളരെ കൃത്യമായിട്ട് ഫവൈലുൽ ലില്ലദീന യക്തുബൂനൽ കിതാബ ബിഐദീഹിം സുമ്മ യഖൂലൂന ഹാദാ മിൻ ഇൻദില്ലാഹ് ലിയസ്തറൂ ബിഹി സമനൻ ഖലീലാ. പടച്ചോൻ പറയാണ്, അവര് സ്വന്തം കൈകൾ കൊണ്ട് കിതാബ് എഴുതി ഉണ്ടാക്കിയിട്ട് ഇതൊക്കെ അള്ളാന്റെതാണ് എന്ന് പറയുന്നവർക്കാണ് ഏറ്റവും വലിയ നാശം. അവരെഴുതി വെച്ചതിനെ കൊണ്ടും അതുകൊണ്ട് അവർ സമ്പാദിച്ചതിനെ കൊണ്ടുമൊക്കെ അവർ നശിച്ചു പോവാണ് ചെയ്യുന്നത് എന്ന് പറയുന്നുണ്ട്. ഇപ്പൊ സാമിരി കുറെ ന്യായങ്ങളും പറയുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് അതിനെക്കുറിച്ച് നമുക്ക് പിന്നീട് ചർച്ച ചെയ്യാം. എന്തായിരുന്നാലും ഇപ്പറയുന്ന എല്ലാ ചൂഷണങ്ങൾക്കും അസ്ഥിവാരമായി വർത്തിക്കുന്ന ഒരു മതരൂപം, അത് മറ്റൊരാധിപത്യമായിട്ട് മാറുന്നു. പൗരോഹിത്യം അല്ലെങ്കിൽ പുരോഹിതാധിപത്യം, പ്രീസ്റ്റോക്രസി എന്നൊക്കെ പറയുന്ന ഒരു ആധിപത്യമായിട്ട് മാറുന്നു. നമ്മൾ ആദ്യം ദീൻ എന്താണ്, മതം എന്താണ് എന്നതിനെ സംബന്ധിച്ചുള്ള നമ്മുടെ വിഭ്രാമക സ്വപ്നങ്ങളിൽ നിന്നാണ് മുക്തി നേടേണ്ടത്. യഥാർത്ഥത്തിൽ ഒരു ന്യൂറോസിസ് ആയിട്ടാണ് നമ്മൾക്കുള്ളിൽ മതം പ്രവർത്തിക്കുന്നത് എന്ന് തന്നെ ചിന്തിക്കേണ്ടി വരും. അങ്ങനെയല്ല, യാഥാർത്ഥ്യ ബോധമാണ്, ചുറ്റുപാടുകളെ സംബന്ധിച്ചുള്ള തിരിച്ചറിവാണ്, മറ്റുള്ളവരോടുള്ള അലിവാണ്, എമ്പതിയാണ് അടിസ്ഥാനപരമായിട്ട് നമ്മളിൽ ഉണ്ടാക്കാൻ വേണ്ടി പ്രവാചകരൊക്കെ യത്നിച്ചിട്ടുള്ളത് എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാവണം. അതുണ്ടാകുമ്പോഴാണ് ഈ വിഷയങ്ങളുടെ പ്രസക്തി എന്താണ് എന്ന് പോലും നമുക്ക് മനസ്സിലാവുകയുള്ളൂ. ഈ അമ്പിയാക്കളൊക്കെ എന്തിനു വേണ്ടിയാണ് പ്രവർത്തിച്ചത് എന്ന തിരിച്ചറിവും നമുക്കുണ്ടാവുകയുള്ളൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുകയും ഇരുലോകത്തും വിജയിപ്പിക്കുകയും ചെയ്യുമാറാകട്ടെ.